ഹലോ ഫ്രണ്ട്സ്, ലൈഫ് ലൈറ്റ് സ്റ്റുഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെറ്റീരിയൽ ലോഡർ എന്ന് പറയുന്നൊരു പ്ലഗിനെ പറ്റിയിട്ടാണ്. അതായത് മെറ്റീരിയൽസ് എങ്ങനെ ഈസി ആയിട്ട് നമ്മളുടെ സീനിലേക്ക് ലോഡ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ PBR ടെക്സ്ചേഴ്സ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, അല്ലെ ഫിസിക്കലി ബേസ്ഡ് റെൻഡറിങ് ടെക്സ്ചേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ നമ്മൾ ഇപ്പോൾ ഒരു ഓൺലൈൻ ക്ലാസ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ക്ലാസ് നമ്മൾ എടുക്കുന്നത്. 2 hours ആണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകൾ, താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ബിഗിനേഴ്സിനല്ല നമ്മൾ ക്ലാസ് എടുക്കുന്നത്, ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിലുള്ള ആളുകൾക്കാണ്. അതായത് ഓൾറെഡി വീറെ പ്ലഗിൻ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ 3ds Maxും വീറെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ക്ലാസ്സിൽ ഈ പറഞ്ഞ പോലെ ലൈറ്റിംഗ്, ടെക്സ്ചറിങ്, റെൻഡറിങ്, അതേപോലെ തന്നെ പോസ്റ്റ് പ്രൊഡക്ഷനാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ റിയലിസം കൊണ്ടുവരാം, എങ്ങനെ മെറ്റീരിയൽസ് ട്വീക്ക് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് ക്ലാസ്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട്. ദയവേത് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക, താല്പര്യമുള്ള ആളുകൾ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ മെറ്റീരിയൽ ലോഡർ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതിനെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഒരു സീൻ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു ഫ്ലോറിംഗ് ആണ് നമ്മളിന്ന് ട്രൈ ചെയ്യുന്നത്. ഫ്ലോറിംഗ് മെറ്റീരിയൽ കൊടുത്തിട്ട് അതെങ്ങനെ ട്യൂക്ക് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ ഒരു പ്ലഗിൻ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇതാണ് ആ പ്ലഗിൻ, മെറ്റീരിയൽ ലോഡർ എന്ന് പറയുന്നത്. സോ ഈ ഒരു മെറ്റീരിയൽ ലോഡർ ഇതാണ് ഈ കാണുന്ന പ്ലഗിൻ. അപ്പോൾ നമ്മൾ എങ്ങനെ 3ds Maxലേക്ക് ഇത് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതിനെ പറ്റി നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കസ്റ്റമൈസിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കസ്റ്റമൈസ് അല്ല, സ്ക്രിപ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ റൺ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ റൺ സ്ക്രിപ്റ്റിൽ നമുക്ക് റൺ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം എവിടെയാണോ ആ മെറ്റീരിയൽ വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് നമുക്ക് ലോഡ്. ഇപ്പോൾ ഞാൻ ഡൗൺലോഡ്സിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു എവിടെയാണോ നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്നത് അവിടെ നമുക്കത് ലോഡ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ലേറ്റസ്റ്റ് വേർഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പല വേർഷൻസ് ഉണ്ട്. നമുക്ക് ഈ ലേറ്റസ്റ്റ് വേർഷൻ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മളിവിടെ ഈ ഒരു മെറ്റീരിയൽ ലോഡർ എന്ന പ്ലഗിൻ നമുക്ക് ലോഡായിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ എടുക്കാതെ നമുക്ക് ഇവിടെ പിൻ ചെയ്ത് വെക്കുകയും ചെയ്യാം. അതും ഞാൻ ജസ്റ്റ് കാണിക്കാം. സോ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഈ ഒരു ലോഡ് ടെക്സ്ചർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മെറ്റീരിയലിൽ നമ്മൾ നോർമലായിട്ട് ലോഡ് ചെയ്ത് കഴിയുമ്പോൾ കാണുന്ന അതേ ഓപ്ഷൻസുകളൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. അതേപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ ഇവിടെ 2 ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, വീറെ, കൊറോണ, അർണോൾഡ്. സോ നിങ്ങൾ ഏത് വേർഷനാണ് യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഏത് പ്ലഗിനാണ്, വീറയാണോ കൊറോണയാണോ എന്ന് നോക്കിയിട്ട് അത് ഇവിടെ സെലക്റ്റഡ് ആണോ എന്ന് നോക്കണം. അതുകൂടാതെ തന്നെ നമ്മുടെ റെൻഡർ സെറ്റിങ്ങിലും വീറെ സെലക്റ്റഡ് ആണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏത് പ്ലഗിനാണ് നിങ്ങൾ യൂസ് ചെയ്തത് അത് ഇവിടെ സെലക്ഷൻ അല്ല. വീറെ ആണെങ്കിൽ വീറെ, കൊറോണ ആണെങ്കിൽ കൊറോണ. ഓക്കെ, അതിനുശേഷം ഇനിയിപ്പോൾ ഈ ലോഡ് ടെക്സ്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഞാനിപ്പോൾ ഡൗൺലോഡ്സിൽ ഞാൻ ഇവിടെ ഒരു വുഡ് ടെക്സ്ചർ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് PBR ടെക്സ്ചർ. സോ PBR ടെക്സ്ചർ എന്ന് പറയുമ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ടെക്സ്ചേഴ്സാണ്. അതായത് റിയൽ ലൈഫിൽ എങ്ങനെ ഒരു മെറ്റീരിയൽ ബിഹേവ് ചെയ്യുന്നു, സൺലൈറ്റിനനുസരിച്ച് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ലൈറ്റിങ്ങിനനുസരിച്ച് എങ്ങനെ ഒരു മെറ്റീരിയൽ റിയലിസ്റ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത്, ആ ഒരു സെയിം എഫക്റ്റ് തന്നെ നമുക്ക് നമ്മളുടെ 3D ഔട്ട്പുട്ടിലും കൊണ്ടുവരാൻ സാധിക്കും. സോ ആ ഒരു മെറ്റീരിയലാണ് PBR, ഫിസിക്കലി ബേസ്ഡ് റെൻഡറിങ് ടെക്സ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിന് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് അവർ കൊടുത്തിട്ടുണ്ട്. അതായത് ഒന്നിൽ കൂടുതൽ മാപ്സ് അതിലുണ്ടാവും. അതായത് ഇപ്പോൾ ബേസ്ഡ് കളർ മാപ്പ് ഉണ്ട്, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പ് ഉണ്ട്, അതേപോലെ നോർമൽ മാപ്പ്, അതായത് ഇൻവേർട്ടഡ് ആയിട്ടുള്ള നോർമൽ മാപ്പും അതേപോലെ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള നോർമൽ മാപ്പും രണ്ടും ഉണ്ട്, അവൈലബിൾ ആണ്. ഇത് റഫ്നെസ് മാപ്പാണ്. അതുപോലെ തന്നെ റിഫ്ലക്ഷൻ, ഗ്ലോസിനെസ്, റിഫ്ലക്ഷൻ പോലുള്ള ആ ഒരു മാപ്പ് ഫില്ലപ്പ് ചെയ്യുന്ന ഒരു മാപ്പാണ് ഈ കാണുന്ന റഫ്നെസ് മാപ്പ്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ ഇത് ലോഡ് ചെയ്യാൻ നോക്കാം. സോ ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിതാ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതിന് ഷിഫ്റ്റ് പിടിച്ചിട്ട് നമ്മളിതാ എല്ലാ ടെക്സ്ചറും സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു ടെക്സ്ചർ നമുക്ക് ഡീസെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം, ഇൻവേർട്ടഡ് വേണോ അല്ലെങ്കിൽ പ്രൊജക്റ്റഡ് വേണോ, ഏത് നോർമൽ മാപ്പാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യും. ഞാനിപ്പോൾ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള നോർമൽ മാപ്പാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ഞാനിത് ഓപ്പൺ കൊടുക്കുകയാണ്. ഓപ്പൺ കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു സ്ലോട്ടിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ലോഡ് ആവുന്നതാണ്. അപ്പോൾ
ഇവിടെ നമുക്ക് ഈ ഒരു വാല്യൂസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ഇവിടെ വെച്ച് വേണമെങ്കിൽ റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അപ്ലൈ ചെയ്തതിന് ശേഷം റെഡ്യൂസ് ചെയ്യാം. അതിനുള്ള ഓപ്ഷനുണ്ട്. ഞാൻ ജസ്റ്റ് ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ജസ്റ്റ് 0 കൊടുക്കുകയാണ്, കാരണം എനിക്ക് ഫ്ലോറിന് ഡിസ്പ്ലേസ്മെൻറ്റ് ആവശ്യമില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് കൊടുക്കുന്നില്ല, ജസ്റ്റ് 0 ആണ് കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഇത് ലോഡായതിനു ശേഷം നമ്മൾ ജസ്റ്റ് ക്രിയേറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ഇവിടെ നെയിം നിങ്ങൾക്ക് വേറെ നെയിം എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നെയിം കൊടുക്കാം, ഇല്ലെങ്കിൽ അത് സെയിം തന്നെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഓക്കെ പ്രസ് ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് അതിൽ ഓഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എവിടെ ഇങ്ങനെ ഈ ഒരു നെയിം ജനറേറ്റ് ആയി വരും. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ മെറ്റീരിയൽ സ്ലോട്ടിലേക്ക് നമ്മൾ പോകാം. മെറ്റീരിയൽ എഡിറ്ററിലേക്ക് നമുക്ക് പോയതിന് ശേഷം നമുക്ക് ആ മെറ്റീരിയൽ എഡിറ്ററിലേക്ക് നമുക്ക് ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇൻസ്റ്റൻസ് ആയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ലോഡ് ചെയ്ത് വരും. അപ്പോൾ നമ്മൾ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ ഓരോന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഓർഡർ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് റൈറ്റ് ആയിട്ടുള്ള സ്ലോട്ടുകൾ അതൊന്ന് ലോഡ് ആയിക്കോളും. ഓക്കെ, ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ടെസ്റ്റ് എൻ്റർ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞാൻ ഇതിലേക്ക് അപ്ലൈ ചെയ്തു. ഞാനിവിടെ UV ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാനൊരു ഫ്ലോർ ജനറേറ്റർ പ്ലഗിൻ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഫ്ലോറിന് വേണ്ടിയിട്ട്. ഞാൻ UV ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് എൻ്റർ ചെയ്ത് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ഒരു ലുക്ക് എന്നുള്ളത്. ഓക്കെ, ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മൾ അപ്ലൈ ചെയ്ത ടെക്സ്ചർ ഇതാ ഈ ഒരു ഫോമിലാണ് വന്നിരിക്കുന്നത്. ഇതിലിപ്പോൾ കുറച്ച് റിഫ്ലക്റ്റീവ് ആയിട്ടുള്ളൊരു ഫ്ലോറിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഫ്ലോറിംഗ് നമുക്ക് ഏത് രീതിയിലും, അതായത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിങ്ങനെ ട്വീക്ക് ചെയ്തെടുക്കാം. സോ അതാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ പല ടൈപ്പ് ഫ്ലോറിങ്സ് ഉണ്ട് അല്ലേ, പല ടൈപ്പ് വുഡൻ ഫ്ലോറിങ്സ് ഉണ്ട്. റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള വുഡൻ ഫ്ലോറിങ്സ് ഉണ്ട്, കുറച്ച് മാറ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഫ്ലോറിങ്സ് ഉണ്ട്. അപ്പോൾ ഏത് രീതിയിലുള്ള ഫ്ലോറിംഗ് ഫിനിഷ് വേണം എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ലോഡ് ചെയ്തപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്ലോസി ആയിട്ടുള്ളൊരു ഫ്ലോറിംഗ് ആണ്. അപ്പോൾ ഇതിനെങ്ങനെ ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ളൊരു ഒരു ഫിനിഷിലേക്ക് മാറ്റും എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രിവ്യൂ നോക്കിയാൽ കാണാം അത്യാവശ്യം റിഫ്ലക്റ്റീവ് ആയിട്ടുള്ളൊരു ഫോമിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന റിഫ്ലക്ഷന് ഗ്ലോസിനെസ്സിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു മാപ്പിന് നമ്മൾ ഒരു കളർ കറക്ഷൻ മാപ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാൻ പോകുന്നതിലേക്ക് ഇവിടെ കാണുന്ന ഈ കളർ കറക്ഷൻ മാപ്പ് നമ്മൾ ജസ്റ്റ് ഡ്രാഗ് ചെയ്തതിലേക്ക് ഇടുകയാണ്. ഓക്കെ, ഇനി ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ബ്രൈറ്റ്നെസ് ലെവൽ ജസ്റ്റ് ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ കൂടെ. സോ നിങ്ങൾക്കിവിടെ കാണാം, ഈ പ്രിവ്യൂ നിങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ് ആവുന്നത് കാണാം. നമ്മൾ എത്രത്തോളം കുറച്ച് കൊണ്ടുവരുന്നോ അതിൻ്റെ ആ ഒരു ഗ്ലോസി ഫിനിഷ് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഫിനിഷാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ഫിനിഷാണ് ഞാനിപ്പോൾ വെക്കുന്നത്, ഒരു മാറ്റ് ടൈപ്പ് ഫിനിഷാണ്. നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് റെൻഡർ ചെയ്ത് നോക്കാം എന്താണ് നമ്മളുടെ ആ ഒരു ഡിഫറൻസ് വന്നിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ നോക്കിയാൽ കാണാം നമുക്കൊരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ളൊരു ഫ്ലോറിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഏത് ടൈപ്പ് ഫിനിഷ് വേണം എന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക ഈ ഒരു കളർ കറക്ഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു ബ്രൈറ്റ്നെസ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ഫിനിഷ് വേണം നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ഈ ഒരു മാപ്പ് മാത്രമല്ല പല മാപ്പും നമുക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് ട്വീക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ ഈസിയും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ഇത് എന്താ പറയുക നമ്മളുടെ ഒരു ടൈം എന്താ പറയുക സേവ് ചെയ്യാനായിട്ട് സഹായിക്കും. നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ലോഡ് ചെയ്യുന്നതിന് പകരം അറ്റ് എ ടൈമിൽ അത് കറക്റ്റായിട്ട് എന്താ പറയുക എല്ലാ സ്ലോട്ടിലേക്കും കറക്റ്റായിട്ട് വന്ന് മെർജ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്ലഗിനാണ് മെറ്റീരിയൽ ഓർഡർ എന്ന് പറയുന്ന പ്ലഗിൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് മെറ്റീരിയൽ ഓർഡർ എല്ലാ സമയവും നമുക്ക് ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റിൽ പോയി റൺ സ്ക്രിപ്റ്റ് കൊടുത്തെടുക്കേണ്ട കാര്യമില്ല. അതിന് പകരം നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കസ്റ്റമൈസിൽ പോവുക, കസ്റ്റം യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം ടൂൾ ബാർ എന്ന് പറയുന്ന ഓപ്ഷനിൽ
ഇവിടെ DMZ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണും. മേ ബി നിങ്ങൾ എടുക്കുമ്പോൾ വേറെ ഏതെങ്കിലും ഓപ്ഷനുകളൊക്കെ ആയിരിക്കും അവിടെ കിടക്കുന്നത്. നമ്മൾ ജസ്റ്റ് എടുത്തിട്ട് ഈ DMC എന്ന് പറയുന്ന ഓപ്ഷൻ എവിടെയാണ് കിടക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെ ന്യൂ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് പേര് കൊടുക്കുക, മെറ്റീരിയൽ ഓർഡർ. ഇപ്പോൾ ML എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. നമ്മൾ ജസ്റ്റ് ഓക്കെ കൊടുക്കുമ്പോൾ ഇതാ ഇവിടെ ഓൾറെഡി ഞാനൊരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വേറൊരു നെയിം കൊടുക്കാം, മെറ്റീരിയൽ ടെക്സ്ചർ ലോഡർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കിതാ ഇങ്ങനെ ഒരു ചെറിയൊരു ടൂൾ ബാറിൻ്റെ ചെറിയൊരു ഐക്കൺ ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ ടെക്സ്ചർ ലോഡർ എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് അതിലേക്ക് ഇടുകയാണ്. അപ്പോൾ നമുക്കിത് അവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഇത് അവിടെ കൊണ്ടുപോയി പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ടൈം എടുക്കുന്നത് നമുക്കിത് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് താഴെ കമൻറ്റിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതേപോലുള്ള ചെറിയ ചെറിയ നല്ല എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടൻസ് ഉള്ള വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ വീണ്ടും പറയുന്നത് നമ്മളൊരു ഓൺലൈൻ ക്ലാസ് ചെയ്യുന്നുണ്ട്. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും 2 സെപ്പറേറ്റ് ക്ലാസ്സസ് ആണ്. 2 hours ആണ് ക്ലാസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കോൺടാക്റ്റ് ചെയ്യുക. ഇത് ബിഗിനേഴ്സിനുള്ള ക്ലാസ് അല്ല, ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ആളുകൾക്കുള്ള ക്ലാസ്സാണ്. അതായത് ഓൾറെഡി VRA 3ds Max യൂസ് ചെയ്യുന്ന ആളുകൾക്ക്, അതേപോലെ തന്നെ റിയലിസം അച്ചീവ് ചെയ്യാൻ പറ്റാത്ത എന്താ പറയുക, നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നിങ്ങൾ റെൻഡർ ചെയ്യുന്നത്. അതായത് നമുക്കൊരു റിയലിസം വേണം, ആ ഒരു എഫക്റ്റ് കൊണ്ടുവരണം എന്നുള്ള അങ്ങനെയുള്ള ആളുകൾക്കാണ് നമ്മൾ മെയിനായിട്ട് ക്ലാസ് എടുക്കുന്നത്. സോ ബിഗിനേഴ്സിന് 2 hour ക്ലാസ് മതിയാവില്ല, മീൻസ് ഒരു വലിയ സെഷൻ തന്നെ വേണ്ടി വരും. സോ അതുകൊണ്ട് നമ്മൾ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ആളുകൾക്കാണ് മെയിനായിട്ട് ക്ലാസ് എടുക്കുന്നത്. സോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ചെയ്യുന്നവരേക്കും അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.